കൂടുതൽ ആൾക്കാർ പറയണം. ഇതെല്ലാം നമുക്ക് സ്നേഹമുള്ള നമ്മളിഷ്ടമുള്ള ആൾക്കാരാണ്. ഇതൊരു വൈഡായിട്ടുള്ള ആൾക്കാർ പറയട്ടെ, എന്നിട്ട് നോക്കാം. ഞാനിങ്ങനെ പറയും, ഞാൻ കൊള്ളായിരുന്നു പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയുന്നത് ഇവിടെ എല്ലാവരും ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഇനി ഇത് മെജോറിറ്റിക്ക് തോന്നുകയാണെങ്കിൽ സന്തോഷം. മറ്റു സ്ഥലത്തും പോസിറ്റീവായിട്ടാണ് റെസ്പോൺസ് വരുന്നത്. ഹോപ്പ്ഫുള്ളാണ് എല്ലാവരും. നിങ്ങളും കണ്ടതല്ലേ, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം അല്ലേ? എന്ത് തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും? നിങ്ങൾക്ക് എന്ത് തോന്നി? എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം, ഒരുപാട് സെന്റിമെന്റ്സിലുണ്ട്, ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. സ്ക്രിപ്റ്റ് ഉയർന്നാണ്, സഞ്ജയ് സ്ക്രിപ്റ്റ് ഉയർന്നാണ്. നിവിൻ പോളി പഴയ ലാലേട്ടൻ സ്റ്റൈലാണ്. ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് ലിജോ മോളും സംഗീതമാണ്. തകർത്തുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റാണ്, സെന്റിമെന്റ്സ് കാണാൻ പറ്റി. ഒരു ലാഗ് അങ്ങനെയൊന്നുമില്ല. അരുൺ വർമ്മ ഡയറക്ഷൻ സൂപ്പറാണ്. ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്, ട്വിസ്റ്റ് പറയുന്നുണ്ട്. എടുത്തു പറയാൻ സംഗീതമായാലും ലിജോ മോളായാലും രണ്ടിനും തകർത്തുണ്ട്. അടുത്ത നിവിൻ പോളിയുടെ അടുത്ത് കിട്ടാൻ തോന്നുന്നു, അടുത്ത കൂടിയാന്ന് തോന്നുന്നു. നിവിൻ പോളി ഒരു സാധാരണ മനുഷ്യനെ പഴയ കാലത്ത് ചെയ്തിട്ടുണ്ട്. നല്ല പടം. സ്ക്രിപ്റ്റ് ഒരുപാട് ട്വിസ്റ്റും ക്ലൈമാക്സും സെന്റിമെന്റ്സും എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. നല്ല മൂവിയാണ്. നിവിൻ പോളിയുടെ അടുത്ത പടം അടുത്ത 100 കോടി അല്ലേ? സിനിമ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു വഴിത്തിരിവായി മാറട്ടെ. ഇത് മാതാപിതാക്കൾ കാണുക, മക്കളില്ലാത്തവർ കാണുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കാണുക, അച്ഛനമ്മമാർ കാണുക. ബന്ധങ്ങളാണ് നമ്മൾ സിനിമകൾ. നമ്മളൊരാൾക്കൊരു കഥ പറഞ്ഞാൽ അത് കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളെ ഒരു സിനിമ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ സാധ്യത. എന്ത് പറയണോ? തീർച്ചയായിട്ടും സന്തോഷം. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയെന്നുള്ള സന്തോഷം. അടിപൊളി. നല്ലൊരു തിരക്കഥ, നല്ലൊരു സംവിധാനം, നല്ല അഭിനയ പ്രാധാന്യമുള്ള എല്ലാം കൊണ്ടും തീർച്ചയായിട്ടും വളരെ നല്ലൊരു സിനിമ. താങ്ക് യു. സിനിമയെ പറ്റി 2 വാക്ക്. നല്ല സിനിമയാണ്. അതിൻ്റെ ഒരു സ്റ്റോറിയുടെ ആ ഒരു ഫ്ലോ എനിക്കിഷ്ടമാണ്. പിന്നെ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഡയറക്ഷൻ അടിപൊളി. എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ സഞ്ജയ് ഗോപിച്ചേണ്ട ആ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് വേറെ ഒന്നും പറയാനുമില്ല. എല്ലാവരും അവർ ഭയങ്കര ഗംഭീരമായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ബേബികൾ ഭയങ്കര സന്തോഷമുണ്ട്. ഫസ്റ്റ് ഷോ ഇപ്പോൾ കഴിഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ്മെൻറ്റ് കിട്ടുന്നില്ല. ബിക്കോസ് ഇതിന് മുമ്പും ഡബും അല്ലാതെ ഇത് കണ്ടതുകൊണ്ട് കറക്റ്റ് എന്താണ് എന്നുള്ളത് മേ ബി ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും കറക്റ്റ് അറിയാൻ പറ്റുന്നത്. പക്ഷേ കണ്ടവരെല്ലാം സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ത്രില്ലിങ് എലമെൻറ്റ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നോക്കാം എന്താ സംഭവിക്കുന്നത്. ജെഫിൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഞാനും അഭിമന്യു, അസീസ്ക, ഞങ്ങളെല്ലാ ആൾക്കാരും കൂടെയാണ് ഈ കുഞ്ഞിനെ അന്വേഷിച്ച് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ കണ്ടെത്തിയില്ലോ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കും. താങ്ക് യു സോ മച്ച്.